ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു SBI യൂത്ത് ഫെലോഷിപ്പിന്റെ. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു 50 പേരെങ്കിലും കമന്റ് ചെയ്യാണ് ഞങ്ങൾക്ക് അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്നുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇടുവന്നു. പക്ഷെ എനിക്ക് 5-6 പേരെ അതിന്റെ ആ ഒരു കമന്റ് ഇട്ടുള്ളൂ വീഡിയോയുടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്നുള്ളത് കാണിക്കണമെന്ന്. അതായത് ഞാൻ അപ്ലൈ ചെയ്യുന്നെന്നുള്ള ആ പ്രൊസീജിയർ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്കത് അപ്ലൈ ആകാൻ വേണ്ടിയിട്ട് തന്നെ അരമണിക്കൂർ എടുത്ത്. അപ്പൊ ഞാൻ പറയുക അപ്ലൈ ചെയ്യുകയും കൂടെ ചെയ്താൽ, അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കുകയും കൂടെ ചെയ്താൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അത് എടുക്കും, ഇല്ലെങ്കിൽ അരമണിക്കൂർ തീർച്ചയായിട്ടും എടുക്കും നിങ്ങളെ ചെറിയ രീതിയിൽ കാണിക്കാൻ പോയാലും. അതായത് അതിന്റെ മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ 7 പ്രൊസീജിയർ ഉണ്ട്, 7 സ്റ്റെപ്പ് ഉണ്ട്. ആ 7 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ മുന്നോട്ട് പോകത്തുള്ളൂ. ഈ 7 സ്റ്റെപ്പിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 2 വീഡിയോ നിങ്ങൾ ഇതിൽ നിന്ന് കാണുകയും വേണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ ഇവരുടെ ഈ വെബ്സൈറ്റിലെ 2 വീഡിയോ ഉണ്ട്, അത് കാണണം. ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അപ്ലൈ എങ്ങനെയാ ചെയ്യുന്നെന്ന് അവർ തന്നെ അതിൽ പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൂടാതെ വേറൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ 2 വീഡിയോ. ഏറ്റവും അവസാനം നമ്മൾ ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് ലാസ്റ്റ് ചെല്ലുമ്പോഴത്തേക്ക് അപ്പൊ അവിടെ പറയുന്ന നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം, നിങ്ങൾ ഒരു വീഡിയോ സ്വന്തമായിട്ടുണ്ടാക്കി അപ്ലോഡ് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും ചെയ്ത് ആൻസർ കൊടുത്ത് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുമെല്ലാം നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും അവസാനം അവർ പറയുന്നത് നിങ്ങൾ നല്ല തരത്തിൽ ഈ അപ്ലൈ ചെയ്താലും വെറും 2% ഇത് നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് ഇത് ഒരു 3 വർഷത്തേക്കുള്ള ഇന്റേൺഷിപ്പാണ്. അപ്പൊ ആ ഇന്റേൺഷിപ്പ് നമ്മൾ ആ വീഡിയോ എന്താണെന്നുള്ളത് കാര്യം ഞാൻ നേരത്തെ ഇട്ട വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്ന്. ഞാൻ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരാം, ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്ന. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ വരുന്ന പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20-22,000 രൂപയോളം മന്തിൽ നിങ്ങൾക്ക് കിട്ടും. 3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം 3,83,000 രൂപയോളം നിങ്ങളുടെ കയ്യിൽ വരും. ഇതൊക്കെയുണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാ, കേരളത്തിലും ഉണ്ട് എല്ലാം. പക്ഷെ 2% അവർ പറയുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇത്രയും ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് പറയുന്ന ജോബ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ കഴിവതും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. ഇല്ല, നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഏതാണ്ട് 5-6 പേര് എനിക്ക് മെസ്സേജ് വിട്ട് അതിന്റെ വീഡിയോ ഇടുന്നുണ്ട്. അതാ 5-6 പേര്, അവർക്കത് നിരാശയാകല്ലേ. കാര്യം കമന്റ് ചെയ്തിട്ടും ഒരാളെ ഇട്ടുള്ളെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും. കാര്യം ഒരാളെന്ന് പറയുന്നതും 50 പേരെന്ന് പറയുന്നതും തുല്യതയാണ്. കാര്യം ഒരാൾ പറയുമ്പോഴും ആ ആൾക്കും വേണം, ആ കാൻഡിഡേറ്റിനും വേണം വീഡിയോ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള. ഒരാൾക്ക് 50 പേരുടെ പേരിൽ ഒരാളെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്കുള്ള നിങ്ങളോട് റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഹൈപ്പ് ചെയ്യുന്ന എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഫ്രീ ലാപ്ടോപ്പ് ആൻഡ് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കിട്ടും. ശരിയാണ്, ഇത്രയും പൈസ നിങ്ങൾക്ക് കിട്ടും. കാര്യം ജോലി ചെയ്യും, നമുക്ക് റൂറൽ ഏരിയയുടെ വർക്കാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എക്സാമിലെ കാര്യത്തിൽ പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത് നിങ്ങൾ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റിയെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളോട് റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറഞ്ഞത് 3 മിനിറ്റെങ്കിലും വീഡിയോ കാണുക. നിങ്ങൾ 3 മിനിറ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ 3 മിനിറ്റെങ്കിലും വീഡിയോ കാണുകയാണ്. അത് എനിക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷന് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷന്. എനിക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിക്കാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൽ, അവരുടെ വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഇവിടെ ഓരോ സ്റ്റെപ്പ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങളെ ചെയ്തുകൂടെ കാണിക്കാൻ കുറച്ച് മൊത്തം ചെയ്യാൻ പോയാൽ സമയം കിട്ടത്തില്ല. എങ്കിലും ഓരോ സ്റ്റെപ്പ് തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുമാത്രം ടഫാ ചെയ്യുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി ഞാനത് കാണിക്കാം. ഇവിടെ പറയുന്ന ക്ലിക്ക് ഓൺ അപ്ലൈ നൗ എന്നുള്ള ഇവിടെ ആ ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക.
നിങ്ങൾ രജിസ്റ്റർ യൂസിങ് ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. ആഫ്റ്റർ ലോഗിൻ യു വിൽ സീ ഡിഫറെന്റ് സെക്ഷൻ, അതായത് 7 സെക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ ആണ്. രണ്ടാമത്തെ ഫോം ഫില്ല് ചെയ്യുന്ന 2 തൊട്ട് 7 വരെയുള്ള കാര്യങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഇത് സ്റ്റെപ്പ് നമ്പർ 2 വിൽ ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ഇതിനകത്ത് പോയി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കണം, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, കോൺടാക്ട് ഇൻഫോർമേഷൻ കൊടുക്കണം, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കണം, വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കണം. ഇത്രയും നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിന് കൊടുക്കണം. എക്സ്പീരിയൻസ് ഇവിടെ കാര്യമല്ല, പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് മുൻഗണന കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 3 ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആ ക്വസ്റ്റ്യൻ തരുന്നതിന് നമുക്ക് അതിനുള്ള ഉത്തരം കൊടുക്കാം. വൈ ഡു യു വാണ്ട് ടു ജോയിൻ ദിസ് ഫെലോഷിപ്പ്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അത് കണക്ക് തന്നെ രണ്ടാമത്തെ യുവർ ഡീലർഷിപ്പ് എക്സ്പീരിയൻസ്. ഒന്നാമത്തെ നിങ്ങൾ ഫെലോഷിപ്പ് ഇതിനെപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഇതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങൾ എവിടെങ്കിലും എക്സ്പീരിയൻസിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഹൗ യു ക്യാൻ കോൺട്രിബ്യൂട്ട് ടു റൂറൽ ഡെവലപ്മെന്റ്, നിങ്ങൾ റൂറൽ ഡെവലപ്മെന്റിൽ എങ്ങനെ നിങ്ങളെ കൊണ്ട് കോൺട്രിബ്യൂട്ട്, നിങ്ങൾ ഏത് തരത്തിലാണ് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഈ ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ആണ്. ഇവിടെ അപ്ലോഡ് പാസ്പോർട്ട് സൈസ് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, റിസീവ് CV നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ ID പ്രൂഫ് ഉണ്ടെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ് നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ID പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. അഞ്ചാമത്തെ എന്ന് പറയുമ്പോൾ ഓൺലൈൻ അസസ്മെന്റ് ആണ്. ഈ ഓൺലൈൻ അസസ്മെന്റിൽ നമ്മുടെ ഉത്തരം നോക്കിയിട്ട് മാത്രമേ അവർ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ അസസ്മെന്റ് ആണ്. ഇത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ബാക്കി ഇങ്ങനെ 2 കാര്യങ്ങളാണ്. സ്റ്റെപ്പ് 6 ഇന്റർവ്യൂ റൗണ്ട് ആണ്. പേഴ്സണൽ ഇന്റർവ്യൂ, ക്വസ്റ്റ്യൻ അബൌട്ട് യുവർ മോട്ടിവേഷൻ, റൂറൽ ഇഷ്യൂ അവയർനെസ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എന്നൊക്കെ പറ്റിയുള്ള ഇന്റർവ്യൂ ആണ് അവിടെ ചോദിക്കുന്നത്. അപ്പം 7ാമത്തെ സെക്ഷൻ എന്ന് പറയുന്ന ഫൈനൽ സെക്ഷൻ ആണ്. യു റിസീവ് ആൻ ഓഫർ, നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നുണ്ട്, ഞാൻ ഈ ഫയലിന്റെ കോപ്പി തന്നേക്കാം, നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. സാമ്പിൾ ഫിൽഡ് ആപ്ലിക്കേഷൻ ഡെമോയുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽ, ഫുൾ നെയിം കൊടുക്കണം. ഇവിടെ ഇവർ കാണിക്കുന്നത് ഒരു ഡെമോയാണ്, അതായത് ഒരാൾ അപ്ലൈ ചെയ്തതിന്റെ ആ ഒരു കാര്യമാണ് കാണിക്കുന്നത്. ഫുൾ നെയിം രാഹുൽ ശർമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ അതിലൂടെ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം നിങ്ങളെ കാണിക്കാം. ഞാൻ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ഇതുണ്ട്, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇച്ചിരി സമയം എടുക്കും. ഇവിടെ അലൗ വിസിറ്റിംഗ് ദ സൈറ്റ്, അലൗ കൊടുക്കണം. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് നിങ്ങൾക്കൊരു വീഡിയോയാ. ഈ വീഡിയോ കണ്ടാലേ നമുക്ക് മുന്നോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ കാണണം. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്യുകയാണ്. ഈ വീഡിയോ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. If you're watching this, you might be feeling curious, excited, and maybe a little unsure. And that is completely okay. അതായത് നിങ്ങൾ വീഡിയോ ഇത് കണ്ടു കഴിയുമ്പോഴത്തെ ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഹൈലൈറ്റ് ആകും. എപ്പം വരെ ഹൈലൈറ്റ് ആകുന്നില്ല അന്നേരം വരെ നിങ്ങൾ വീഡിയോ കണ്ടേ പറ്റത്തുള്ളൂ. വീഡിയോ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. Choosing a path like this is not easy. It is not the usual or expected career choice. ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങേര് തന്നെ പറയുന്നുണ്ട്, ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലൈ ലിങ്ക് അല്ല, അല്ലെങ്കിൽ ഇത് വളരെ ടഫായിട്ടാണ്, നിങ്ങൾക്ക് വളരെ ടഫായിട്ടുള്ള ഒരു കരിയറായിട്ടും തോന്നും, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുവാനും പ്രയാസമാണ്. The journey can be challenging and unfamiliar, but it can also help you grow in ways you may not expect. The SBI Youth for India Fellowship is for those who feel a need to step away from routine path, to understand India at the grassroots, to work closely with rural communities, and to learn by being part of everyday life there. Many people ask us, will this experience really change me? The answer, പക്ഷെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ
നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള റൂറൽ ഏരിയയിൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്ന റൂറൽ അവിടെയുള്ള ആ ഒരു വില്ലേജസിനെ നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് അവരുടെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ, പഠിത്തത്തിന്റെ കാര്യത്തിൽ, മറ്റുള്ള വർക്കിന്റെ കാര്യത്തിലൊക്കെ, അവരുടെ പരിസര ശുചീകരണത്തിന്റെ കാര്യത്തിൽ, ഇതിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ജോലി കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്താണ്, അപ്ലൈ എങ്ങനെ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും SBI ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കാണുക. For most fellows is yes. In fact, 92% of our alumni say the fellowship changed how they see the world and themselves. If you feel different from the crowd today, if you want to slow down, reflect and learn, please know this, you are not alone. More than 700 fellows have walked the same path before you, and they continue to stay connected through shared values and real experiences. This application is not about being perfect or having all the answer. It is about being honest, about why you are here, what you are looking for, and how ready you are to learn and grow. So take a deep breath. Take your time with this application. And if this journey feels right to you, we look forward to welcoming you to this fellowship, to the community, and the shared work of learning and building. ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരാളല്ല, ഇതിനകത്ത് 7000 ആളുകളിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ഹൈലൈറ്റ് ആയി, നിങ്ങൾ ഇവിടെ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തത്. നമുക്ക് ഹൈലൈറ്റ് ആയി ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ലെവലിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വെൽക്കം ടു SBI യൂത്ത് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് 2026-27 ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ആദ്യം നമ്മുടെ എലിജിബിലിറ്റിയാണ് നോക്കുന്നത്. ഈ എലിജിബിലിറ്റി കറക്റ്റ് ആണെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ്. ആദ്യം പറയുന്നത് ഐ ഹാവ് ആൾറെഡി കംപ്ലീറ്റഡ് എ ബാച്ചിലർ ഡിഗ്രി, ഐ വിൽ കംപ്ലീറ്റ് മൈ ഇത് രണ്ടും നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഒക്ടോബർ 26 മുന്നേ, 4 ഒക്ടോബർ 26 മുന്നേ നിങ്ങളുടെ എക്സാം നടന്ന് നിങ്ങളുടെ റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ പാസ്സാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി, പാസ്സാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ല, നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേസമയം ഐ വിൽ നോട്ട് കംപ്ലീറ്റ് മൈ ബാച്ചിലർ ഡിഗ്രി ബൈ 4th ഒക്ടോബർ ഇതിനു മുന്നേ നിങ്ങളുടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എലിജിബിലിറ്റി കിട്ടത്തില്ല. ഈ രണ്ടിലേതെങ്കിലും ഒന്നെങ്കിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ ഒക്ടോബർ 4 മുന്നേ പാസ്സാകും എന്നുണ്ടെങ്കിൽ, ഞാനത് പാസ്സായെന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഹൈലൈറ്റായി ഞാൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ വീണ്ടും 2-3 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. നിങ്ങൾ ഏത് ഇന്ത്യക്കാരനാണോ, ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ തന്നെ നിങ്ങൾ എടുക്കണം. ഞാൻ അത് എടുത്ത് നേപ്പാളുകാരനും ഭൂട്ടാൻകാരനും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കും. ഓക്കെ, ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ എടുത്ത് നെക്സ്റ്റിൽ പോയി ഇവിടെ വാട്ട് ഈസ് യുവർ ഏജ് ചോദിക്കുന്നുണ്ട്. അതായത് ഇവർ പറയുന്നത് 21-നും 32 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ആ ജനന തീയതി പറയുന്നുണ്ട്. ഐ ആം യങ്ങർ ദാൻ 20. നിങ്ങൾ 21 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ ഫോം സ്വീകരിക്കണമെന്നില്ല. നിങ്ങൾ ഈ ഒരു കണ്ടീഷനിലുള്ള രണ്ടാമത്തേത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഐ ആം 33 ഇയേഴ്സ് ഓൾഡറാണ്. നിങ്ങൾ 33 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾ, അപ്പോൾ ഈ രണ്ടാമത്തെ ഈ നടുക്കത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞ് കൺഗ്രാജുലേഷൻ, യു ആർ എലിജിബിൾ ഫോർ SBI യൂത്ത് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് 2026-27. യുവർ ജേർണി ടുവേർഡ് മേക്കിംഗ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ടാസ്ക് ഹിയർ. ഇവിടെ എലിജിബിലിറ്റി 3 നമ്മുടെ ഓക്കെ ആയി. ഇവിടെ പ്രൊസീജിയർ ക്ലിക്ക് ചെയ്യണം. ഇവിടെ 3 ടിക്ക് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ ശരിയാണ്. വാട്ട് ഈസ് യുവർ സിറ്റിസൺഷിപ്പ് ശരിയായി. വാട്ട് ഈസ് യുവർ ഏജ്, ഈ 3 കാര്യങ്ങൾ ശരിയായി. എലിജിബിലിറ്റി നമ്മുടെ ഓക്കെ ആയി. നമ്മൾ പ്രൊസീജിയറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ രണ്ടാമത്തെ ഞാൻ അവിടെ കാണിച്ച്, ഇവിടെ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. ഞാൻ എൻ്റെ ഇമെയിൽ ഇവിടെ എടുത്ത് മെയിൽ ID കൊടുത്തിട്ട് ആ ആരോ ഉണ്ട്, ആരോയ്ക്കൂടെ മുന്നോട്ട് പോവുക. ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുക. ഞാൻ ഫസ്റ്റ് നെയിം കൊടുത്ത്
എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത് എഗ്രി ഇവിടെ ക്രിയേറ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പാസ്വേഡ്, ഞാൻ കൺഫേം പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അത് തന്നെ വെരിഫൈ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് വെരിഫൈ ആണ് വരുന്നത്, വെരിഫൈ ചെയ്യണം. OTP വന്നിട്ടുണ്ട്. എൻ്റെ ഫോണിലാണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ നോക്കട്ടെ, എൻ്റെ ഇമെയിലിൽ OTP വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫോണിൽ ആ OTP വരുന്നെങ്കിൽ അതെനിക്ക് കിട്ടത്തില്ല. കാര്യം ഞാനിപ്പോൾ യൂറോപ്പിലാണ്, അയർലൻഡിലായതുകൊണ്ട് എനിക്ക് ആ OTP കിട്ടത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി ഞാൻ ചെയ്താലും എനിക്ക് ആൾട്ടർനേറ്റ് ഇൻഫോർമേഷൻ്റെ ഇവിടെ ചോദിക്കുന്നത്. അപ്പം ഞാൻ നോക്കട്ടെ, എൻ്റെ ഇമെയിൽ ID OTP OTP വന്നെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ OTP ഇമെയിൽ ID വന്നിട്ടുണ്ട്, ഞാൻ നോക്കി. OTP 703402 703402 703402. ഇവിടെ OTP എഴുതി 703402. വെരിഫൈ ചെയ്യണം. അപ്പോൾ അത് OTP എഗ്രി, അത് ഓക്കെ ആയി, വെരിഫൈ ആയി. ഇനി ആൾട്ടർനേറ്റ് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. ഞാൻ വെറുതെ കൊടുക്കുകയാണിത്. 2 4 2 4 6 8 10. ആൾട്ടർനേറ്റ് ഇൻഫോർമേഷൻ ഞാൻ ഇമെയിൽ ID കൊടുത്തില്ല. വി ആർ ഡെഡിക്കേറ്റഡ് ടു ക്രിയേറ്റിംഗ് എ ഫെയർ ആൻഡ് അക്സസിബിൾ ആപ്ലിക്കേഷൻ പ്രോസസ്. യെസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടാണ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ബെറ്റർ അബൌട്ട് യുവർ ഡിസബിലിറ്റി. നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ അത് എഴുതണം. അതെന്ത് ഡിസബിലിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം, എനിക്കത് അറിയാൻ മേലാത്തത് കൊണ്ട് ഇവർ പറയുന്ന ഇത്ര വേർഡിനുള്ളിൽ നമ്മളത് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. ഞാൻ അവിടെ എനിക്കത് ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത്, നിങ്ങളിങ്ങനെ ചെയ്തല്ലേ, എനിക്ക് ആ സമയം കണ്ടെത്താൻ വേണ്ടി, പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും എഴുതണം, അതിനു വേണ്ടി ചെയ്തതാണ്. ഇത് 142 ക്യാരക്ടർ റിമൈനിങ് ഉണ്ട്, അത് സാരമില്ല. വെൻ വേർ യു ബോൺ, അതായത് നമ്മുടെ ജനന തീയതി ഇവിടെ എഴുതണം. എൻ്റെ 2026 കാണിക്കുന്നത് 2003 ഞാൻ കൊടുത്ത്, ഏപ്രിൽ കൊടുത്ത് 16 എടുത്ത്. ഇവിടുന്ന് മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ മെയിലാണ്, അത് കൊടുത്ത്. മാരീഡാണോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ മാരീഡ്, അത് കൊടുത്ത്. സിറ്റിസൺഷിപ്പ് ഇവിടെ വീണ്ടും കൊടുക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ കൊടുത്ത്. വേർ ഡു യു കറന്റ്ലി റിസൈഡിങ് അത് കൊടുക്കണം. അഡ്രസ് 1 കൊടുക്കണം, അഡ്രസ് 2 കൊടുക്കണം, 4 കൊടുക്കണം. ഇവിടെ പിൻകോഡ് കൊടുക്കണം. പിൻകോഡ് കൊടുത്ത് നിങ്ങൾ ഈ ഒരു തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ കൂടുതൽ പറയാത്ത, ഇപ്പം തന്നെ എൻ്റെ ഒരു 10 മിനിറ്റ് കൂടുതൽ വീഡിയോയായി. മൊത്തം പറയാൻ നിന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ച് എങ്ങനെയൊക്കെയാ, ഏതൊക്കെ കാര്യങ്ങൾ വേണം, അതിൻ്റെ എല്ലാം ഞാൻ കൊടുത്തേക്കാം. മൊത്തം പറയാൻ പോയി ഇനി മൊത്തം നിങ്ങളെ സബ്മിറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ നിന്ന് ചോദിക്കും, അതിന് ആൻസർ കൊടുക്കണം. അതുകൂടാതെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അതിന് ആൻസർ കൊടുക്കണം. ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഈ വീഡിയോ ആകെ ഇത് വേണം, വീഡിയോ വേണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ വേണമെന്ന് പറഞ്ഞ ഒരു 5 പേരാണ്. ഈ വീഡിയോ കണ്ടാൽ തന്നെ 1 മിനിറ്റ് കൂടുതൽ എനിക്ക് ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ബാക്കി ഞാൻ ആദ്യത്തെ നിങ്ങളോട് കാണിച്ച് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടെന്ന കാര്യം ഞാൻ ഇവിടെ കാണിച്ച് നിങ്ങളെ സാമ്പിൾ ഫീൽഡ് ആപ്ലിക്കേഷൻ്റെ ഡെമോ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഞാൻ കോപ്പി നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾ അത് നോക്കി ചെയ്താൽ മതി. കൂടുതൽ സമയമാകും, അതുകൊണ്ട് മാത്രമാണ്. അതും എനിക്ക് ഞാൻ ഇത്രയും സമയമെടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കിയാലും 2 3 പേര് കൂടുതൽ കാണത്തില്ല. പക്ഷേ നിങ്ങളോട് റിക്വസ്റ്റാണ്, നിങ്ങൾ കാണുന്നവരും ഒന്നുകിൽ മുഴുവൻ വീഡിയോ കാണുക, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 3 മിനിറ്റ് എങ്കിലും നിങ്ങൾ കാണുക. ഇവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ അസസ്മെൻറ്റിൻ്റെ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷനെ പറ്റിയുള്ള ആ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ കൊടുക്കേണ്ടത്, ആ കാര്യങ്ങൾ കൊണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ നോക്കി നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.